വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ലൈഫിൽ കുറച്ച് നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നാണെങ്കിൽ തന്നെ പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യുകയാണെങ്കിലും ഈ ഒരു ലുക്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ലുക്കിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ ഏത് ലുക്കല്ല, ഇതാ എൻ്റെ ഈ ഒരു കണ്ണാട ലുക്കാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് എന്നോട് എനിക്കൊരു രണ്ട് മൂന്ന് കൊല്ലമായി കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങള് കുറച്ച് കാഴ്ചന്റെ പ്രശ്നം, ലോങ് കാഴ്ച കാണൂല. അങ്ങനെ ഡോക്ടറെ കാട്ടിയപ്പോ കണ്ണാട വെക്കല് 100% മസ്റ്റ് ആണ്. ലോങ് കാഴ്ച എനിക്കത് അറിയില്ലായിരുന്നു. എനിക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോ എനിക്ക് ലൈറ്റ് കണ്ണ് കടിക്കുമ്പോ കണ്ണിന്ന് വെള്ളം വരിക, കണ്ണ് തുറക്കാൻ. സത്യത്തില് മൈഗ്രെയിൻ ശ്രദ്ധിക്കാതെ ആയി അതിന്റെ കണ്ണിങ്ങനെ പോയതാന്ന് ഫസ്റ്റത്തെ ഡോക്ടർ പറഞ്ഞത്. സമ്പത്ത് അങ്ങനെ മറ്റേ കണ്ണട വെക്കൽ നിർബന്ധമാണ് പറഞ്ഞു. അപ്പൊ കണ്ണടൊക്കെ വാങ്ങി ഷോള് വെക്കൂല, വെക്കാൻ മടി. കണ്ണട വെച്ചാൽ പുറത്തേക്ക് ഒന്നാമത് പറഞ്ഞാല് ഈ കണ്ണട സുഖം കിട്ടണില്ല. അന്ന് വാങ്ങിയപ്പോ ഒക്കെ പിന്നെ നോക്കി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങനെ വേറെ വാങ്ങാൻ പറ്റില്ല. അപ്പൊ കണ്ണട ഒക്കെ വേണ്ട, അങ്ങനെ ലെൻസ് വെച്ചാൽ ചെറിയ പ്ലാനിലാണ്. പിന്നെ ലെൻസ് വെച്ച് കുറെ ആൾക്കാരുടെ കോള് ചോദിച്ച് ലെൻസ് വെച്ചതിലെ സംഭവം എങ്ങനെയാണ്, അതൊക്കെ പിന്നെ പുറത്ത് കണ്ണൊക്കെ ടാസ്ക് ആണ്. അങ്ങനെ ഇപ്പൊ രണ്ടും ഉപയോഗിക്കാതെ ഇപ്പൊ ഏകദേശം കുറെ കാലായില്ലേ. ഇപ്പൊ ഈ കണ്ണട ഏകദേശം 2 വർഷമായി. പക്ഷെ കണ്ണാട വാങ്ങിച്ച് ഇത് കിട്ടിയിട്ട് ഇപ്പൊ 2-3 കൊല്ലമെങ്കിലും ഞാൻ പ്രോപ്പർ ആയിട്ട് ഇടലില്ലായിരുന്നു. എനിക്ക് അപ്പോഴും കണ്ണിന് പ്രശ്നമുണ്ട്. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ഒരു കാഴ്ച ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര വേദന ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 10% കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് കണ്ണാട വെക്കാതെ വെക്കാണ്ട് 10% കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ദൂരക്കുള്ള ചെറിയ കാഴ്ചകളുണ്ടല്ലോ, ദൂരക്കുള്ള അത് തീരെ കാണാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ പെട്ടെന്നായിട്ട് ഒരു ഞങ്ങൾ പുതിയ ഡിസിഷൻ എടുത്തല്ലേ. അതെ, ഞാൻ കുറെ തപ്പി ഇത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ എന്റെ കണ്ണ് എന്റെ കാഴ്ച ഈ ഒരു കാഴ്ച എനിക്ക് നിലനിർത്തും വേണം. അങ്ങനെ കുറെ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണുള്ള എബൈറ്റ് ഹോസ്പിറ്റലിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു സർജറി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് പേര് മാറിപ്പോയി. അതാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത്. കുറെ ടെസ്റ്റുകളും കുറെ ആൾക്കാരുടെ വീഡിയോ നമ്മൾ കണ്ടേ. ഈ ലേസർ ട്രീറ്റ്മെന്റ്, ലാസർ ചികിത്സ, ലാസർ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അത് ചെയ്താല് കണ്ണാട വെക്കണ്ട, പക്ഷെ ഈ കണ്ണാടന്റെ പവർ കിട്ടുമല്ലോ. അങ്ങനെ അവിടെ പോയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അപ്പൊ അത് വെച്ച് 2 ദിവസം മുന്നേ തിങ്കളാഴ്ച പോയിരുന്നു. കണ്ണിന്റെ എല്ലാ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യാനൊക്കെ ആയിട്ട് അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമ്മളെ ടെൻഷനിലാണ് പോയിട്ട്. അപ്പൊ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. ചെറിയ ഷോട്ടൊക്കെ ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടുന്ന് അങ്ങനെ പറഞ്ഞങ്ങനെ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതിനൊന്നും പ്രശ്നമില്ല, നമുക്ക് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ ഞങ്ങള് ചെറിയൊരു ഓപ്പറേഷൻ. അതെ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം ഇന്ന് എന്റെ കണ്ണിന്റെ സർജറിയാണ്. ലാസിക് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ എടുക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേർക്ക് നല്ല റിവ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ സർജറിക്ക് സെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ കണ്ണിൻ്റെ ലാസർ ചികിത്സ ചെയ്യുന്ന ദിവസമാണ്. അപ്പം ഇമ്മുണ്ട് എൻ്റെ കൂടെ. എന്നോട് പറഞ്ഞാൽ എനിക്ക് നല്ല അപ്പം ഞാനുണ്ട്, ഉമ്മയുണ്ട്, ബാബു. അപ്പം നമ്മളെല്ലാവരും കൂടി കാലിക്കറ്റാണ് സർജറി ഉള്ളത്. അങ്ങനെ കാഴ്ച നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഓർമ്മയില്ലാതെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ ചെറിയ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകൂടി കണ്ണിൻ്റെ കാര്യങ്ങൾ ഇതെന്താ സ്കാൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കൃഷ്ണമണിൻ്റെ സ്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെയും ഓരോരോ കണ്ണ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയും ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റത്തെ ഫൈനൽ പവർ ആണ് ഇത്. ലാസ്റ്റിക്കിന് ശേഷം ഈ ഒരു കാഴ്ച ഉണ്ടാവട്ടോ. ഓരോരോ കണ്ണ് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബ്ലർ ആയിരിക്കും, പക്ഷെ 2 കണ്ണുകൊണ്ട് ഈ ഒരു ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എങ്ങനെയുണ്ട്? മനസ്സിലെന്താണ് മനസ്സിലെന്താണ്? കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു ഈ കണ്ണാട ഒഴിവാക്കണമെന്ന് അല്ലേ. എൻ്റെ കണ്ണാകെ സീനായിരിക്കുന്നു. ഈ കാണുമായിരുന്നില്ല. നമുക്ക് ചായ തീരുന്നതോടെ ചായ ബിസ്ക്കറ്റൊക്കെ വന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് സർജറി ആണ്. എനിക്ക് പേടിയൊന്നുമില്ല.
സംഗതി പറഞ്ഞ സർജറി വലിയ സർജറി ഒന്നല്ല, ചെറിയൊരു സിമ്പിൾ സംഭവമാണ്. 15 കേസുള്ളൂ. ഈ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ കണ്ണട ഒഴിവാക്കി പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും ഇമ്മക്ക് എന്നോട് ചോദിക്കട്ടെ, എന്നിട്ട് ഇപ്പൊ എനിക്ക് പേടിയില്ലേ സമ്മതിക്കണം. അപ്പൊ സംഭവത്തെ ഇറങ്ങാം നമ്മളിപ്പോ ഒരു 15 മിനിറ്റ് കൊണ്ട് ലൈഫ് ലോങ് നമ്മൾ കണ്ണട ഒഴിവാക്കി പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെ കാണുമ്പോൾ ആർക്കും ഞാനില്ലേ ഇന്നലെ ചെക്കപ്പിന് വേണ്ടിക്കാണ്ട് പെരിന്തൽമണ്ണ വരെ അതിൽ പോയപ്പോൾ നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട്. അപ്പോൾ ഓര് പറയാ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം, കണ്ണിന് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ വെക്കലില്ലല്ലോ, ചില മറ്റേ മിനി ഷോർട്സിൽ ചിലപ്പോൾ വെക്കലുണ്ട് ചില ഇതിലൊക്കെ. കാരണം പറഞ്ഞാല് എന്താ പറയാ, എനിക്ക് രാവിലെ വെക്കലുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് കണ്ണിന് നല്ല പവർ കുറവുണ്ട്. മിച്ച കഥ അപ്പം എൻ്റെ എൻ്റെ കണ്ണിന് നല്ല പവർ കുറവുണ്ട്. പക്ഷെ അത് ഞാൻ കണ്ണാട വെക്കാത്തതുകൊണ്ട് ആർക്കും മനസ്സിലാവൂല അവളെ കണ്ണിന് പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദിക്കുക. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ഗൈസ് എന്താ പറയാ, ഇതൊക്കെ കഴിഞ്ഞിട്ടേ കാരണം അതെ ലേസിക് സെൻറ്റർ എന്നാണ് പറയുന്നത്. ഇത് ഇവരുടെ ഇതിനായിട്ടുള്ളൊരു സെൻ്ററാണ്. ഇനിയിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇനി കണ്ണ് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് പിന്നെ സർജറി. അങ്ങനെയാണ്. എനിക്ക് എന്താണെന്ന് വേറൊരു സംഭവമുണ്ട്. എനിക്ക് ഇവിടെ കൂടെ കേരള പെർമിഷൻ ഓപ്പറേഷൻ തിയേറ്റർക്ക് ഞാൻ പറഞ്ഞു വീഡിയോ കണ്ടപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ കയറാം. ആദ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കേരള വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് അതല്ല, എനിക്ക് ഞാൻ പറഞ്ഞ ലാബ് റൂമിൽ പ്രസവിക്കുമ്പോൾ കയറ്റത് പറഞ്ഞത് മറ്റേ ഓപ്പറേഷൻ റൂമിൽ കയറ്റേണ്ടി വരും ഞാൻ വിചാരിച്ചിട്ടില്ല. ലാസിക് സെന്റർ അത് ശരിക്കും തരിപ്പിച്ചതാണ്, അതാണ് ഒന്നും അറിയാത്തത്. ഇങ്ങനെ ജസ്റ്റ് തുറന്നാൽ മാത്രമേ ഫീൽ ഇതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം കേട്ടോ. പിന്നെ പ്രൊസീജിയറും തന്നെ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ നേരെ മുന്നിലാണല്ലോ ലൈറ്റ്, നിങ്ങൾ കിടക്കായിരിക്കും, ലൈറ്റ് നേരെ മുകളിലായിരിക്കും. 2 കണ്ണും തുറന്നിട്ട് നിങ്ങൾ ലൈറ്റ് നോക്കുക. ഒരു ക്ലിപ്പ് വെച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കും, കണ്ണ് അടഞ്ഞു പോകില്ല. ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യുന്ന കണ്ണ് നമ്മൾ തുറന്ന് നോക്കും കേട്ടോ. അപ്പം ലേസർ കുറച്ച് സെക്കൻഡ്സേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് 2 കണ്ണ് തുറന്നാൽ ലൈറ്റ് നോക്കി കിടക്കും. ഇതാണ് ഈ പ്രൊസീജിയർ കേട്ടോ. പിന്നെ തരിപ്പിക്കാനുള്ള മരുന്ന് കുഴിച്ചിട്ടാണ് ചെയ്യുന്ന, വേദനയൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് കിടന്നാൽ മതി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് കിടന്നാൽ മതി. അങ്ങനെ കേസ് ദിലുവിന് ഇവിടെ എണ്ണ തേച്ച് കടത്തിയിട്ടുണ്ട്, കണ്ണുമലൊക്കെ എന്തൊക്കെ തേച്ച് കടത്തിയിട്ട് ടെൻഷൻ. ആള് ഫുൾ ടെൻഷനില്ല കേട്ടോ. ടെൻഷനൊന്നുമില്ല, പക്ഷെ എന്താണെന്നുള്ളൊരു ഷൂവൊക്കെ ഉണ്ടല്ലോ കേസിൻ്റെ കുറേ അടി തന്നെ. ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് കൊറോണ കാലത്ത് ഓർമ്മയില്ല, ആളെ പിടിച്ചെന്ന് കടത്തിയിട്ട് അതേമാതിരി ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ തിയേറ്ററിനുള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. വേറെ ഞാൻ വീഡിയോ എടുക്കണം പറഞ്ഞപ്പോൾ ഒരു കയറ്റായിരുന്നു. അപ്പോൾ ഏതായാലും കയറിയോ കേട്ടെ മരുന്ന് വെച്ചിരിക്കണ്. അപ്പോൾ അത് ഉണങ്ങാതെ കണ്ണുറക്കിയത് പറഞ്ഞു. എന്തായാലും ഗൈസ് ഇത് കഴിഞ്ഞ് കൈയുടെ വരെ ഉള്ളിൽ വരുമ്പോൾ ഭയങ്കര ഒരു ചില്ലായിരുന്നെങ്കിലും ഇപ്പം അതിൻ്റെ ഉള്ളിൽ അതെ ലാസിക് ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പം എന്താ പറയാ, അതിൻ്റെ ഉള്ളിൽ കയറുന്ന വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ചെറിയൊരു ഡിന്നിക്കെ വരുന്നുണ്ട്. ഇമ്മ ടെൻഷൻ എന്തോ എന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാണ് ഭയങ്കര ടെൻഷൻ. അതിനുള്ള തണുപ്പാണ്, ചെരുപ്പ് വേണം പറഞ്ഞു. ഓളെ കടച്ചിരിക്കണം കേട്ടോ. കണ്ണ് റബ്ബ് ചെയ്യരുത്, മൊബൈലും സ്ക്രീനും ഉപയോഗിക്കണം. 1 വീക്ക് കഴിഞ്ഞാൽ പിന്നെ കുറേയൊക്കെ സാധനങ്ങൾ പോലെ ചെയ്യും. ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. പിന്നെ ഈ ഒരു ചെറിയ ബ്ലർനെസ് അങ്ങനെ ശരിയായി. ദിലുവിന്റെ പുതിയ കണ്ണാട കിട്ടിയിട്ടുണ്ട് ഗൈസ്. വേദന കാര്യങ്ങളൊന്നുമില്ല, ചെറുതായി ഒരു പറഞ്ഞ അതേപോലെ തന്നെ ഓക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ എനിക്കിത് കണ്ടിട്ടൊരു ടെൻഷൻ, കാരണം ആദ്യത്തെ ലൈഫിൽ ഇങ്ങനെ സംഗതി ചെറിയ ഒരു 10 മിനിറ്റ് കേസ് തന്നെ ഉള്ളൂ. പക്ഷെ ഒരു ഈ കണ്ണൊക്കെ ഇല്ലേ നമ്മളെ ഒന്നാമത് ഈ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോ ഇങ്ങനെ എനിക്ക് ഗതിയുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്താ പറയാ, ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയൊരു ഇങ്ങനെ ചെയ്തല്ല ഇനിയിപ്പോ ഒരു പറഞ്ഞ 1 വീക്ക് ഒന്നുണ്ടാവും അതിന്റെ ഇത്. ഒരു 2-3 ദിവസം അതിന്റെ ഇത് ഉണ്ടാവും, അതിന്റെ ആ ഒരു ഗതികളും എന്തായാലും ഇതിനായിട്ടുള്ള ചെറിയ ചെറിയ അടങ്ങാറുകളല്ല, വേദനയും കാര്യങ്ങളല്ല, അടങ്ങാറുകളുണ്ട്. ശരിക്ക് 15 അത്ര ഇല്ലല്ലോ, 5-8 ഇല്ലല്ലേ. പക്ഷെ ഫസ്റ്റ് അത് കണ്ണുള്ളിൽ
ബാക്ക് ഒരു പാളി മുക്കുണ്ട് മനസ്സിലായി എനിക്ക് ഇത് പാളി മുറിക്കേണ്ട പക്ഷേ അത് മാത്രല്ല എന്നോട് ഒരു ക്ലിപ്പ് ഇടുമ്പോല്ലേ ഇതിന്റെ കണ്ണ് ഇത്ര എളുപ്പമുണ്ട്. എന്നോട് അറിയാം എന്റെ കണ്ണ് 4 ആളെ ഈ ബാബു പറയുമ്പോ അതായത് എല്ലാ കണ്ണ് നിറം വലിയ സാധനമാണ്. ബാക്കൊക്കെ വലിയ സാധനം ഇതിങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ കാണാൻ വേണ്ടി പോകും വലിയൊരു കണ്ണ് മുണ്ട കണ്ണ്. അപ്പൊ ഏതായാലും നമ്മള് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കുറെ എടുത്തിട്ടുണ്ട്. മൂപ്പാക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട കൈ ഇങ്ങനെ ആവും. അപ്പൊ ഏതായാലും നമ്മള് പോയാ കേട്ട പേരേക്ക് മമ്മിക്ക് ഉള്ളിൽ കയറാൻ പേടി. എന്റെ അമ്മക്ക് ഭയങ്കര ടെൻഷൻ. നമുക്ക് പേടിയൊന്നും പക്ഷേ അവിടേക്ക് ഒരാളല്ല കേട്ടുള്ളൂ. ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ ടെൻഷൻ എനിക്ക്. അതല്ല ഈ ഓട്ടി കയറിയിട്ടുണ്ട് ഇതിന്റെ കണ്ണ് വെച്ച് ചെയിനെ കാട്ടി കൊടുത്തപ്പോ അവനാന്റെ കുട്ടികളൊക്കെ പോയി ഗതിയുടെ ടെൻഷൻ അല്ലേ. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് സംഗതികള്. അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഞാൻ ഷോർട്സ് കുറച്ച് ദിവസത്തിന് ഫോൺ അധികം നോക്കരുത് അങ്ങനെയൊക്കെയാണ് തന്നിക്കണത്. അപ്പൊ ഏതായാലും ഇതിന്റെ കാര്യം ഫോണുമ്മിലുള്ള കളി കുറച്ച് 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ റിസൾട്ടിന്റെ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ അതിനൊരു വീഡിയോ നമ്മള് ചെയ്യേണ്ടത്. ഏതായാലും ഇത് നല്ലൊരു ഉപകാരം കേട്ടോ. കാരണം ഒരുപാടൊക്കെ കണ്ണാട വെക്കാൻ മടിയാണ്. മടി എന്ന് പറഞ്ഞാല് ഒരു ചില ഓരോരുത്തർക്ക് ഓരോരുത്തല്ലേ. എനിക്ക് ഒന്നാമത് ഞാൻ കണ്ണാടി വെക്കാത്തെന്ന് വെച്ചില്ലെങ്കില് ഞാൻ കണ്ണാടി വെച്ച് കണ്ടോരൊക്കെ കണ്ണുള്ളിലേക്ക് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുള്ളിൽ ഇവിടെ അടയാളം അടയാളം ഉണ്ടാവും കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ. എനിക്കത് വരുന്ന ഭയങ്കര പേടിയുള്ള കാര്യം. ഒന്നാമത് അതുകൊണ്ടാണ് കണ്ണാട വെക്കാഞ്ഞത്. അപ്പൊ എന്തായാലും ഗായ്സ് ഇതിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ചെക്ക് ചെയ്തപ്പോഴൊക്കെ. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടെ പോട്ടെ. ഒന്നാമത് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇതിനെ കുറിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ബൊമ്മ കുട്ടിന്നില്ല കയ്യിൽ പിടിച്ചാൽ. ആ ഒരു ബൊമ്മ കുട്ടിയൊക്കെ പിടിച്ച് ഞാനല്ലേ ബൊമ്മ പ്രതീക്ഷിച്ചാണ് പോയത്. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ നമ്മൾ പോയ കേട്ടെ ഗൈസ് നാട്ടിൽ പോട്ടെ.